നമസ്കാരം. ഇന്ന് ഒരു തക്കാളി ചമ്മന്തിയാണ്. ദോശയുടെ, ഇഡ്ഡലിയുടെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റാവുന്ന സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ചമ്മന്തിയാണ്. ഇത് കുറേ ദിവസം ഇരിക്കും കേട്ടോ. 2 ആഴ്ച വരെ ഇരിക്കും നമ്മുടെ ഫ്രിഡ്ജിൽ. ഒരു കുപ്പിയിൽ അടച്ചു വെച്ചാൽ മതി. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. ഞാൻ ഈ ചട്നി ഉണ്ടാക്കുന്നത് ഒരു 3/4 കിലോ തക്കാളിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ട് കഴുകി തുടച്ച് നടുങ്ങനെ ഒന്ന് മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് ഒരു 10 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളിയെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു കുക്കറാണ് വേണ്ടത്. കുക്കറിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിന് യൂസ് ചെയ്യുന്നത് നല്ലെണ്ണയാണ്. ഓയിലാണെങ്കിലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ ചേർക്കണ്ട. ഓയിൽ അല്ലെങ്കിൽ നല്ലെണ്ണ അതാണ് കേട്ടോ കൂടുതൽ നല്ലത് ഇതിന്. പിന്നെ അതാ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും വെളുത്തുള്ളിയും പുളിയെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതാ അടച്ചു വെച്ചിട്ട് 2 വിസിലടുപ്പിച്ചെടുക്കാം. 2 വിസിൽ അടിച്ച് അതിൻ്റെ വിസിലൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കി തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ വെച്ചിട്ട് പതുക്കെ ഒന്നും കൂടി ഒന്ന് ഉടച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം എന്താ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ഇനി ഇതാ ഇതുപോലെ ഒരു കടായി വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ പൊട്ടുകടല ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉഴുന്ന്, പിന്നെ കുറച്ച് കടുകും കൂടി. ഇതെല്ലാം കൂടി ഒന്ന് ഫ്രൈ ആക്കി വരുമ്പോഴത്തേനും ഇതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം ചെയ്യേണ്ടത് വളരെ തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 വലിയ സ്പൂണ് മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എരിവ് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കായപ്പൊടി അതൊരു 1 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മളിതാ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ മിക്സ് ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുവരെ നമ്മൾ ഉപ്പ് ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ അതാ നല്ലപോലെ തിളച്ച് എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. എണ്ണ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് കേടാവില്ല. 2 ആഴ്ച വരെ നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒരു ചില്ല് കുപ്പിയിൽ ആക്കി വയ്ക്കുകയാണെങ്കിൽ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചമ്മന്തി അരയ്ക്കേണ്ട ആവശ്യമില്ല, ഇതെടുത്ത് കഴിക്കാൻ പറ്റും. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നല്ല ഒരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.